ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയിലിൽ കിടക്കുന്ന രവീന്ദ്രനെ കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുവാണ് സച്ചിയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അച്ഛനെ വിട്ടേക്കണമെന്നും പോലീസുകാരോടൊക്കെ അപേക്ഷിക്കുന്നൊക്കെയുണ്ട്. എന്നാൽ ഈ സമയം വർഷയുടെ അച്ഛനും അമ്മയും കൂടിയാണെങ്കിൽ എല്ലാത്തിനും കാരണം രവീന്ദ്രനും അയാളുടെ മോനുമാണ്. അയാളെ എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ കൊണ്ട് എൻ്റെ മോൾ എവിടെയാണെന്ന് പറയിപ്പിക്കണം, ഇയാളുടെ മോനെയും പിടിച്ച് ഇതുപോലെ ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞ് അവരാകെ പ്രശ്നം ഉണ്ടാക്കുവാണ്. ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ കോൺസ്റ്റബിൾ അമ്പലത്തിലെ രജിസ്റ്ററുമായിട്ട് വരുന്നത്. അങ്ങനെ ആ പോലീസ് ഓഫീസർ പറയുക, സാർ ഇതിലാ ശ്രീകാന്തിൻ്റെ വർഷയുടെ മാരേജൊക്കെ നടന്നു കഴിഞ്ഞു. അങ്ങനെ ആ എസ് ഐയും അതൊക്കെ ചെക്ക് ചെയ്യുവാണ്. അന്നേരം സച്ചിയോട് പറയണേ, അല്ല ഈ രേവതി ആരാ? അന്നേരം സച്ചി പറയണേ, രേവതി എൻ്റെ ഭാര്യ ദേ നിൽക്കുന്നു. ഈ രേവതി എന്ന് പറയുന്നവരാ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അങ്ങനെ ഈ വാർത്ത കേൾക്കുന്നതും സച്ചി അങ്ങ് ഞെട്ടിത്തെറിച്ച് പോകുവാണ് കേട്ടോ. സച്ചി മാത്രമല്ല രവീന്ദ്രനും ചന്ദ്രയും എല്ലാവരും അങ്ങ് ഷോക്കാകുവാണ്. ഈ സമയം രേവതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുക. അന്നേരം നേരെ തന്നെ സച്ചി രേവതിയുടെ അരികിൽ ചെല്ലണേ, സത്യമാണ് അവർ പറഞ്ഞത്, ശ്രീകാന്ത് ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞിരുന്നോ? അത് പിന്നെ സച്ചി ഏട്ടാ ഞാൻ എന്ന് പറഞ്ഞ് രേവതി പറയാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി ചോദിക്കണേ, നിന്നോട് ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യമോ, നീയാണോ അതിൽ സാക്ഷിയായിട്ട് ഒപ്പിട്ടത്? അങ്ങനെ അതേന്ന് രേവതി പറയുക. അത് കേൾക്കുന്നതും അപ്പം തന്നെ ദേഷ്യം വരുന്ന സച്ചി രേവതിയുടെ കരടത്തിട്ടൊന്ന് കൊടുക്കുവാണ്. ഈ സമയം ദേവ് പറയുക, അയ്യോ സച്ചിയേട്ടാ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം പറയാൻ തുടങ്ങുമ്പോൾ രേവതി ദേവുവിനെ തടയുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രൻ സുധിയൊക്കെ രേവതിയെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാൻ തുടങ്ങുക. ചന്ദ്ര പറയണേ, നിങ്ങളായിരുന്നില്ലേ ഇവളെ മരുമളാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചത്? ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ് നിങ്ങളിവിടെ ജയിലിലാക്കിയത്. അവൾ തന്നെയാണ് നമ്മുടെ മോനെ കല്യാണത്തിന് കൂട്ടുനിന്നതും നമ്മുടെ കുടുംബത്തെ നാളം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് കുറേ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ്ടോ ചന്ദ്ര. ശ്രുതിയും ശ്രുതിയൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് രേവതിയെ. അന്നേരം മറുത്തൊരക്ഷരം പോലും പറയാനാവാതെ രേവതി അതെല്ലാം സഹിച്ചു നിൽക്കുവാണ്. രേവതിയാണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. സച്ചിയേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് രേവതി പറയാൻ തുടങ്ങുന്നെങ്കിലും സച്ചി അതൊന്നും ചെവി കൊടുക്കുന്നില്ല. നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, നിന്നെ ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുവരുത്. കണ്ട ഞാൻ നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. ഈ സമയം ആ പോലീസുകാരോട് സച്ചിയോട് പറയണേ, അതെ നിങ്ങളുടെ കുടുംബവഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ലേ ഇതേ പോലീസ് സ്റ്റേഷനാണ്, അതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യാങ്കളിയൊന്നും ഇവിടെ പറ്റൂല. അന്നേരം സച്ചി രേവതിയുടെ കൈ പിടിച്ച് സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോയി രേവതിയെ പുറത്തേക്ക് വലിച്ചെറിയുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇനി നിനക്ക് എൻ്റെ കുടുംബത്തിലും ഒരു സ്ഥാനമില്ല. എൻ്റെ കൺമുമ്പിൽ പോലും നിന്നെ ഇനി കണ്ടുപോകരുത്. മര്യാദക്ക് എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോണം. ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. എൻ്റെ അച്ഛനെ ജയിലിലാക്കാൻ കാരണക്കാരി നീ ഒറ്റൊരുത്തിയാണ്. അങ്ങനെ സച്ചി ദേഷ്യത്തിൽ കാറി കയറി പോകാൻ തുടങ്ങുവാണ്. ഈ സമയം രേവതി സച്ചിയുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും സച്ചി വേഗം തന്നെ കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ ആകെ കറഞ്ഞ് തളർന്ന് നിൽക്കുക. ഈ സമയം ദേവ് വന്നിട്ട് പറയണേ, ചേച്ചി ഇതിലൊന്നും ചേച്ചിക്ക് ഒരു പങ്കുമില്ലെന്നും ചേച്ചിയുടെ അറിവോടെയല്ല ഈ വിവാഹം നടന്നതെന്നും ഞാൻ സച്ചിയേട്ടനോട് പറയാം. ഞാനാണ് അവർക്ക് കൂട്ടുന്നതെന്ന് ഞാൻ തുറന്നു പറഞ്ഞോളാം ചേച്ചി. അന്നേരം രേവതി പറയണേ, എന്തിനും വേണ്ട, അത് നീ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് കൂടി സച്ചിയേട്ടൻ്റെ വായിരിക്കണ കേൾക്കാം, അല്ലാതെ മറ്റൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല. തൽക്കാലം നീ വീട്ടിലേക്ക് ചെല്ല്. അച്ഛൻ പുറത്തിറങ്ങാതെ ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും ഇല്ല. ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട, ചേച്ചിയും കൂടി വീട്ടിലേക്ക് വാ. നിന്നോടല്ല പറഞ്ഞത് വീട്ടിലേക്ക് പോകാൻ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അച്ഛനോട് ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിൽ സമാധാനത്തോടിരിക്കാൻ പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് രാത്രി അച്ഛനുള്ള ഭക്ഷണവുമായിട്ട് അവിടെ എത്തുന്ന സച്ചിനെയാണ്. ഈ സമയം അവിടെയുള്ളൊരു പോലീസുകാരനോട് സച്ചി ചോദിക്കണേ, എൻ്റെ അച്ഛൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇതിൽ ഭക്ഷണം കൊടുത്തോട്ടെ. അന്നേരം ആ പോലീസുകാരൻ പറയണേ, സാറ് കണ്ട പ്രശ്നമാകും, എന്താണെങ്കിലും വേഗം കൊടുക്കും. അങ്ങനെ സച്ചി ആ സെല്ലിൻ്റെ പുറത്തിരുന്ന് അച്ഛന് ഭക്ഷണമൊക്കെ വായിൽ വെച്ച് കൊടുക്കുവാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുവാണ് ചന്ദ്രയൊക്കെ. അങ്ങനെ രേവതി വീണ്ടും അകത്തേക്ക് വരുന്നത് കാണുമ്പോൾ സച്ചി വീണ്ടും രേവതിയോട് പൊട്ടിത്തെറിക്കണേ, നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ കൺമുമ്പിൽ വരരുതെന്ന്, പിന്നെ നീ എന്തിനെങ്ങനെ വഴിഞ്ഞേറി വരുന്നത്? അങ്ങനെ പറഞ്ഞ് രേവതിയെ വീണ്ടും അവിടെ നിന്ന് പുറത്താക്കുവാണ് സച്ചി. ഇതേ സമയം ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ അവരോട് താമസിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ വർഷ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ശ്രീകാന്തിൻ്റെ ഉള്ളിൽ തൻ്റെ വീട്ടുകാരെയും അച്ഛനെയൊക്കെ ചതിച്ചല്ലോ എന്നുള്ള കുറ്റബോധമുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രീകാന്തിനെ വർഷ ഒന്ന് ഉഷാറാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.